നമസ്കാരം. ഗൾഫ് മേഖല വീണ്ടും അതീവ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും അമേരിക്കൻ ആക്രമണം രൂക്ഷമായതോടെയാണ് അമേരിക്കയ്ക്ക് ഇറാന്റെ അന്ത്യശാസനം എത്തിയിരിക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം സമ്പൂർണ്ണ നശീകരണത്തിനുള്ള തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ തായ്ലൻഡ് കപ്പലിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. തുടർച്ചയായ 6ാം ദിവസവും അമേരിക്കൻ സൈന്യം ഇറാനിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. തന്ത്രപ്രധാനമായ പാലങ്ങളും റെയിൽവേ ജംഗ്ഷനുകളും തകർത്ത അമേരിക്ക ഇറാന്റെ ഊർജ വൈദ്യുതി മേഖലകളെയും ലക്ഷ്യമിടുകയായിരുന്നു. ഈ ആക്രമണങ്ങൾ 8 സിവിലിയന്മാർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു മറുപടിയായാണ് ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ താവളങ്ങൾക്കും സിറിയയിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിനും നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. ഇറാൻ ഊർജ മേഖലയിൽ ആക്രമണം തുടർന്നാൽ ചെങ്കടലിലെ എണ്ണക്കപ്പൽ പാതകൾ പൂർണ്ണമായും തടയാൻ ഹൂത്തി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. യൂറോപ്പിൽ നിന്നും കൂടുതൽ അമേരിക്കൻ പോർ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും എന്ത് വില കൊടുത്തും അമേരിക്കയെ ഇറാനിൽ നിന്നും തുടച്ചു നീക്കുമെന്ന് ഉറച്ചു പ്രഖ്യാപിച്ചിരിക്കുകയാണ് IRGC. അതിർത്തികൾ തങ്ങൾക്ക് തടസ്സമല്ല എന്നും മുന്നറിയിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ ഈ പുതിയ ഏറ്റുമുട്ടൽ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും ബാധിക്കുന്ന ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകളോ നിയന്ത്രിത തിരിച്ചടികളോ ഇനി ഉണ്ടാകില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം തകർന്നടിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ലോകശക്തികൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയ ഒരു വിപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ എവിടെയും കാണാനില്ല എന്നത് ആഗോള സമൂഹത്തെ തന്നെ ആകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തുകയും യുഎസിന്റെ ആക്രമണം ഇറാനിൽ വീണ്ടും ഉണ്ടാവുകയും തുടർച്ചയായ 7ാം ദിവസമാണ് US ഇറാനെ കടന്നാക്രമിക്കുന്നത്. ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചു. എന്തായാലും ഇറാനിലെ തെക്കൻ ഭാഗങ്ങളിലാണ് US തങ്ങളുടെ ആക്രമണം അഴിച്ചുവിട്ടത്. പാലങ്ങളടക്കം ബോംബിട്ട് തകർത്തു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്തായാലും ഇറാൻ പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബന്ദർ അബ്ബാസ് അടക്കമുള്ള നഗരങ്ങളിലാണ് ആക്രമണം നടത്തിയിരുന്നത്. ബന്ദർ അബ്ബാസിലെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയാണ് ആക്രമിച്ചത്. തെക്കൻ ഇറാനിലുള്ള 2 പാലങ്ങൾക്കു നേരെയും ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. അതിനിടെ ഹോർമൂസ് നിയന്ത്രിക്കുന്നത് ഇറാൻ അല്ല എന്ന് US പ്രതിരോധ സെക്രട്ടറി പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകി എന്ന അവകാശവാദവുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ജോർദാനിലുണ്ടായിരുന്ന USന്റെ നിരവധി സൈനിക വിമാനങ്ങൾ ആക്രമിച്ചു എന്നായിരുന്നു ഇറാന്റെ വാദം. USന്റെ നിരവധി റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റും യുദ്ധവിമാനങ്ങളും തകർത്തുവെന്നും ഒട്ടേറെ എണ്ണത്തിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തി എന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കുന്നത്. ഇറാൻ ഷഹറിലെ ഇറാനിയൻ സൈനികരെ കൊലപ്പെടുത്തിയതിനു പകരമായി സിറിയയിലെ അൽ ടഫനിലുള്ള USലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിന് നേരെയും ആക്രമണം നടത്തിയെന്നും IRGC അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇറാന് നേരുള്ള അമേരിക്കയുടെ കടന്നാക്രമണം തുടരുകയാണെങ്കിൽ അമേരിക്കയെ പാടെ തുടച്ചു നീക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് അല്ലെങ്കിൽ ഇറാന്റെ താക്കീതിൽ നിന്നും ലെവലേശം പോലും അവർ പിന്നോട്ട് പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം.